നമസ്കാരം. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ വർക്ക് പവർ എനർജി എന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി വർക്കിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കാം. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ എ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി മൂവ്സ് ദ ബോഡി ത്രൂ എ സർട്ടൈൻ ഡിസ്റ്റൻസ്. ഒരു വസ്തുവിലേക്ക് ഒരു ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിനെ സ്ഥാനചലനം സംഭവിക്കുന്നുവെങ്കിൽ അവിടെ ഒരു വർക്ക് നടന്നതായി പറയാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു വസ്തുവിലേക്ക് പ്രയോഗിച്ച ബലവും അതുപോലെ തന്നെ വസ്തുവിനുണ്ടായ സ്ഥാനചലനത്തിൻ്റെയും പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S എന്നാണ് അതിൻ്റെ ഇക്വേഷൻ ഫോം വരുന്നത്. യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് കിലോഗ്രാം മീറ്റർ ഓർ ന്യൂട്ടൺ മീറ്റർ. വർക്കിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്ററോ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്ററോ ആയിരിക്കും. ന്യൂട്ടൺ മീറ്ററാണ് ജൂൾ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ ആയി വരുന്നത്. കിലോഗ്രാം നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. 1 കിലോഗ്രാം മീറ്റർ ഈസ് ഈക്വൽ ടു 9.8 ജൂൾ. ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കിലോഗ്രാം മീറ്റർ ഈസ് ഈക്വൽ ടു 9.8 ജൂൾ. ITL വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിലെ ചില പ്രോബ്ലംസിൽ കിലോഗ്രാം മീറ്ററിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ നമുക്കിത് ഉപയോഗപ്രദമാകും. ഇതിൽ ജൂളിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കിയാൽ 1 ജൂൾ ഓഫ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ വെൻ എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ആക്ടിംഗ് ഓൺ എ ബോഡി ഡിസ്പ്ലേസിംഗ് ഇറ്റ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ. ഒരു വസ്തുവിലേക്ക് ഒരു ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ 1 മീറ്റർ അകലത്തിലേക്ക് വസ്തുവിനെ സ്ഥാനചലനം സംഭവിക്കുന്നുവെങ്കിൽ അവിടെ 1 ജൂൾ വർക്ക് നടന്നതായി പറയാം. 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ 1000 ജൂൾ എന്ന് പറയുന്നത് 1 കിലോ ജൂൾ ആയിരിക്കും. വർക്കിൻ്റെ തന്നെ യൂണിറ്റായ കിലോഗ്രാം മീറ്ററിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കാം. ദ വർക്ക് ഈസ് ഡൺ ടു മൂവ് 1 കിലോഗ്രാം വെയിറ്റ് ഇൻ ടു 1 മീറ്റർ ഡിസ്റ്റൻസ് ഈസ് കാൾഡ് കിലോഗ്രാം മീറ്റർ. ഒരു വസ്തുവിലേക്ക് 1 കിലോഗ്രാം ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് 1 മീറ്റർ ദൂരത്തേക്ക് സ്ഥാനചലനം സംഭവിക്കുന്നുവെങ്കിൽ അവിടെ 1 കിലോഗ്രാം മീറ്റർ വർക്ക് നടന്നെന്ന് പറയാം. ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എ മാൻ ഓഫ് 80 കിലോഗ്രാം ഈസ് റൈസ് ടു എ ഹൈറ്റ് ഓഫ് 200 മീറ്റർ. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. 80 കിലോഗ്രാം ഭാരമുള്ള ഒരാളെ 200 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്തുവാൻ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദ്യം. ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലെ ഡാറ്റകളൊന്ന് എടുത്തെഴുതാം. Force is equal to 80 kilogram, distance moved equal to 200 meter. Then work done is equal to force into distance moved എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് ഈ ഡാറ്റകളെ അപ്ലൈ ചെയ്താൽ 80 into 200 is equal to 16,000 കിലോഗ്രാം മീറ്റർ നമുക്ക് ആൻസർ കിട്ടുന്നു. ഈ കിലോഗ്രാം മീറ്ററിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായി 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അങ്ങനെ 1,56,800 ജൂൾ എന്ന് നമുക്ക് ഇതിൽ ആൻസർ കിട്ടുന്നു. അതിനെ ചുരുക്കി 156.8 കിലോ ജൂൾ എന്ന് നമുക്ക് എഴുതാം. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഫ് എ പമ്പ് ക്യാൻ റൈസ് 100 liters ഓഫ് വാട്ടർ ത്രൂ എ ഹൈറ്റ് ഓഫ് 200 മീറ്റർ ഇൻ എ മിനിറ്റ്, ഹൗ മച്ച് വർക്ക് ക്യാൻ ഇറ്റ് ഡു ഇൻ 1 hour? ഒരു പമ്പിന് 1 മിനിറ്റിൽ 100 ലിറ്റർ വെള്ളം 200 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കാമെങ്കിൽ അതിന് 1 അവറിൽ എത്ര വർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റകൾ എടുത്ത് എഴുതുകയാണെങ്കിൽ ഫോഴ്സ് 100 ലിറ്റർ എന്ന് കിട്ടുന്നു. 100 ലിറ്റർ എന്ന് പറയുന്നത് 100 kg ഈക്വൽ ആണ്, കാരണം വാട്ടറിൻ്റെ കേസ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മൂവ്ഡ് 200 മീറ്റർ ആണ്. ടൈം ടേക്കൺ 1 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 100 into 200 ഈസ് ഈക്വൽ ടു 20,000 കിലോഗ്രാം മീറ്റർ നമുക്ക് കിട്ടുന്നു. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 1 മണിക്കൂറിൽ എത്ര വർക്ക് ചെയ്തു എന്നാണ്. നമുക്കിവിടെ കിട്ടിയത് വർക്ക് ഡൺ പെർ മിനിറ്റ് ആണ്. നമ്മളോട് വർക്ക് ഡൺ പെർ അവർ ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ 20,000 കിലോഗ്രാം മീറ്റർ വർക്ക് നടന്നെങ്കിൽ 1 അവറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇൻ 60 മിനിറ്റ്, അതായത് 1 അവറിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 20,000 കിലോഗ്രാം മീറ്ററിനെ 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതിയാകും. അങ്ങനെ 12 lakh കിലോഗ്രാം മീറ്റർ നമുക്ക് കിട്ടുന്നു.
നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് 1.2 × 10⁶ കിലോഗ്രാം മീറ്റർ എന്ന് ഫൈനൽ ആൻസർ എഴുതുന്നു. അടുത്ത് പവറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഓർ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്നാണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെ അഥവാ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത വർക്കിനെയാണ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവറിൻ്റെ ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ ടൈം എന്നാണ്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ടാണ്. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വാട്ടിന് ഈക്വലാണ്. പവർ ഓഫ് എൻജിൻസ് യൂഷ്വലി ബി റിപ്രസെൻറ്റഡ് ഇൻ ഹോഴ്സ് പവർ. എൻജിനുകളുടെ പവർ സാധാരണയായി എച്ച് പിയിലാണ് സൂചിപ്പിക്കാറുള്ളത്. എച്ച് പി എന്നാൽ ഹോഴ്സ് പവർ. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ, അതായത് FP സിസ്റ്റത്തിൽ ഒരു എച്ച് പി എന്ന് പറയുന്നത് 33,000 ഫീറ്റ് പൗണ്ട് പെർ മിനിറ്റിന് തുല്യമോ അല്ലെങ്കിൽ 580 ഫീറ്റ് പൗണ്ട് പെർ സെക്കൻഡിന് തുല്യമോ ആയിരിക്കും. അതുപോലെ തന്നെ മെട്രിക് സിസ്റ്റത്തിലാണെങ്കിൽ, അതായത് MK സിസ്റ്റത്തിലാണെങ്കിൽ ഒരു എച്ച് പി എന്ന് പറയുന്നത് 4,500 കിലോഗ്രാം മീറ്റർ പെർ മിനിറ്റിനോ 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിനോ തുല്യമായിരിക്കും. ഇവിടെ ഒരു എച്ച് പി സമം 75 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. ITയിലെ എക്സാമുകളിൽ മിക്കവാറും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിനെ എച്ച് പിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് ഉപകാരപ്രദമാകും. എൻജിൻ്റെ പവറിനെ, പവർ ഓഫ് എൻജിൻസ് രണ്ടായി തിരിക്കാം. ഒന്ന് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്നും രണ്ടാമത്തത് ബ്രേക്ക് ഹോഴ്സ് പവർ എന്നുമാണ്. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറിനെ IHP എന്നും ബ്രേക്ക് ഹോഴ്സ് പവറിനെ VHP എന്നും സൂചിപ്പിക്കുന്നു. IHPയുടെ ഡെഫിനിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ ആക്ച്വലി ജനറേറ്റഡ് ബൈ ദ എൻജിൻ ഓർ ജനറേറ്റർ എന്നാണ്. അതായത് എൻജിനോ ജനറേറ്ററോ ഉൽപ്പാദിപ്പിക്കുന്ന പവറിനെ IHP എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എൻജിൻ്റെ ഇൻപുട്ട് പവറിനെയാണ് IHP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ BHPൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ദ പവർ അവൈലബിൾ ടു ഡു യൂസ്ഫുൾ വർക്ക് എന്നാണ്. എൻജിൻ പൂർണ്ണമായും യൂസ്ഫുൾ വർക്കാക്കി മാറ്റിയ പവറിനെയാണ് BHP എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എൻജിൻ്റെ ഔട്ട്പുട്ട് പവറാണ് BHP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പവറും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നില്ല. അതിൽ കുറച്ച് ലോസായി പോയേക്കാം. നമുക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയുന്ന പവറിനെയാണ് BHP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. In an ideal machine, both the IHP and BHP are same, considering there is no loss. But in practical, there are friction and windage losses in machine due to moving and rotating parts of machine. ഒരു ഐഡിയൽ മെഷീൻ്റെ കേസിൽ IHPയും BHPയും സെയിം ആയിരിക്കും. അവിടെ ലോസുകളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ മെഷീനുകളുടെ മൂവിങ് പാർട്ടുകൾ കാരണമോ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ടുകൾ കാരണമോ അവിടെ ഫ്രിക്ഷനും അതേപോലെ തന്നെ വിൻറ്റേജ് ലോസസും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാക്ടിക്കൽ കേസുകളിൽ IHPയും BHPയും ഒരിക്കലും സെയിം ആയിരിക്കില്ല. അടുത്തത് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്നാണ്. അതായത് ഇക്വേഷൻ ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ടും അതുപോലെ തന്നെ ലോസസും കൂടിയതാണ്. IHP ഈസ് ഈക്വൽ ടു BHP പ്ലസ് ലോസസ്. നമുക്കറിയാം ഇൻപുട്ട് എന്ന് പറയുന്നത് IHPക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് BHPക്കും തുല്യമായിട്ടാണ് കണക്കാക്കാറ്. അതായത് IHP ഈസ് ഈക്വൽ ടു BHP പ്ലസ് ലോസസ് എന്നാണ് ഇക്വേഷൻ ഫോം വരുന്നത്. എൻജിൻ്റെ എഫിഷ്യൻസിയെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് പവർ ആൻഡ് ഇൻപുട്ട് പവർ ഓഫ് എ മെഷീൻ. അതായത് ഔട്ട്പുട്ട് പവറിൻ്റെയും ഇൻപുട്ട് പവറിൻ്റെയും റേഷ്യോനാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി സാധാരണയായി പെർസെൻറ്റേജിലാണ് സൂചിപ്പിക്കാറുള്ളത്. ഇതിൻ്റെ ഇക്വേഷൻ ഫോം നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ഓൾ ഇൻറ്റു 100 എന്നാണ്. അതായത് BHP ബൈ IHP ഓൾ ഇൻറ്റു 100. ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. എ ബോഡി വെയിങ് 225 കിലോഗ്രാം ഈസ് മൂവ്ഡ് ത്രൂ 300 മീറ്റർ ഇൻ 90 സെക്കൻഡ്സ്. ഫൈൻഡ് ദ പവർ റിക്വയർഡ്. 225 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ 90 സെക്കൻഡ് കൊണ്ട് 300 മീറ്റർ അകലത്തിലേക്ക് നീക്കുവാൻ ആവശ്യമായ പവർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ.
തന്നിരിക്കുന്ന ഡാറ്റകൾ എടുത്തെഴുതാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 225 കിലോഗ്രാം, distance moved is equal to 300 meter, and the time taken is equal to 90 seconds. Then power is equal to work by time എന്നാണ് ഇക്വേഷൻ. അതിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് എന്നാണ്. ഇത് പ്രകാരം വർക്ക് കണ്ടുപിടിക്കാൻ 225നെ 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ കിട്ടുന്നു. വർക്ക് ഡണ്ണിനെ 90 ടൈം ടേക്കൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 750 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിനെ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അതായത് 750 ഡിവൈഡ് ബൈ 75 ഈസ് ഈക്വൽ ടു 10 HP എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നു. ഹോഴ്സ് പവർ ഡെവലപ്ഡ് ഇൻ എൻജിൻ സിലിണ്ടർ. In metric system, IHP is equal to planned by 4,500. But in British system, IHP is equal to planned by 33,000. ഇതെന്താണെന്ന് വെച്ചാൽ മെട്രിക് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ IHP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ IHP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞുള്ളത്. ഇതിൽ പ്ലാൻ എന്തെന്ന് വെച്ചാൽ P is equal to mean effective pressure in kilogram per square centimeter. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഇൻ മീറ്റർ. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പിസ്റ്റൺ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പവർ സ്ട്രോക്ക് പെർ മിനിറ്റ്, അതായത് RPM ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എൻജിൻ സിലിണ്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ, അതായത് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്നാണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പ്രകാരം ഒരു സിംഗിൾ ആക്റ്റീവ് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ, അതായത് 2 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ ഇതിലെ N എന്ന് പറയുന്നത് എന്താണോ തന്നിരിക്കുന്ന RPM അതാണ് എടുക്കാറുള്ളത്. പക്ഷേ ഒരു ഡബിൾ ആക്റ്റീവ് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ, അതായത് 4 സ്ട്രോക്ക് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ Nൻ്റെ വാല്യൂ RPM/2 ആയിട്ടാണ് എടുക്കാറുള്ളത്. നമ്മളതിൻ്റെ പ്രോബ്ലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ IHP ഡെവലപ്ഡ് ബൈ എ സിംഗിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഒരു സിംഗിൾ ആക്ടിംഗ് സ്റ്റീം എഞ്ചിനിൽ നിന്ന്, അതായത് ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ IHP കണ്ടുപിടിക്കാനാണ്, താഴെ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ മീൻ എഫക്റ്റീവ് പ്രഷർ തന്നിട്ടുണ്ട് 4.5 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് സ്ട്രോക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ ആണ്. ഏരിയ ഓഫ് പിസ്റ്റൺ എ തന്നിട്ടുണ്ട് 100 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സ്പീഡ് 100 RPM എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ IHP കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈസ് ഈക്വൽ ടു പ്ലാൻ ബൈ 4,500 ചെയ്താൽ മതിയാവും. ഇവിടെ പ്ലാൻ എന്ന് പറയുന്നതിൽ P 4.5 ഇൻറ്റു L1 ഇൻറ്റു 100 ഇൻറ്റു 100 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാനിൻ്റെ ഇക്വേഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നു. ബൈ 4,500 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന് നമുക്ക് ഫൈനൽ ആൻസർ 10 HP എന്ന് കിട്ടുന്നു. അടുത്തത് എനർജി എന്താണെന്ന് നോക്കാം. കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. വർക്ക് ചെയ്യാനുള്ള പ്രാപ്തി അഥവാ കപ്പാസിറ്റിയാണ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് ജൂൾ. എനർജിയുടെ യൂണിറ്റ് ജൂൾ എന്നാണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജിയെ പറ്റി നോക്കാം നമുക്ക്. ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, ലൈറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി, അറ്റോമിക് എനർജി എന്നീ വിവിധ തരം എനർജി ഫോമുകൾ നമുക്ക് അറിയാം. അതിൽ നിന്ന് മെക്കാനിക്കൽ എനർജിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. മെക്കാനിക്കൽ എനർജിയാണ് സാധാരണ ITകളിൽ ചോദിക്കാറുള്ളത്. മെക്കാനിക്കൽ എനർജി ഡെഫിനിഷൻസോ അല്ലെങ്കിൽ അതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. മെക്കാനിക്കൽ എനർജിയുടെ ഡെഫിനിഷൻ നോക്കാം. ദ എനർജി യൂസ്ഡ് ടു ഡിസ്പ്ലേസ് എ ബോഡി ഓർ ടു ചേഞ്ച് ദ പൊസിഷൻ ഓഫ് എ ബോഡി. അതായത് വസ്തുവിൻ്റെ ചലനത്തിന് അഥവാ സ്ഥാനമാറ്റത്തിന് കാരണമാകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മെക്കാനിക്കൽ എനർജി രണ്ടെണ്ണമായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി എന്നും കൈനറ്റിക് എനർജി എന്നുമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ ഡ്യൂ ടു ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ടോ
അതിലനുഭവപ്പെടുന്ന സ്ട്രെയിൻ കൊണ്ടോ വസ്തുവിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ടോ അതിലനുഭവപ്പെടുന്ന സ്ട്രെയിൻ കൊണ്ടോ വസ്തുവിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ എ സ്ട്രെച്ചിങ് സ്പ്രിങ്, അതായത് ഒരു സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിലുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. കാരണം അതിലുള്ള എനർജി എന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ അത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു എനർജി അതിൽ പ്രോസസ്സ് ചെയ്തെടുക്കും. നമ്മളതിൽ പ്രയോഗിച്ച ബലം ഒഴിവാക്കുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അതായത് ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എനർജി അതിലുണ്ടാകുന്നു എന്നതാണ് പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിളാണ് വാട്ടർ സ്റ്റോർഡ് ഇൻ റിസർവോയർ. ഒരു റിസർവോയർ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറിലുള്ള എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉയരമുള്ള സ്ഥലങ്ങളിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുക, റിസർവോയർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൽ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതിലുള്ള വെള്ളത്തിന് താഴേക്ക് ഒഴുകാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പവർ അതിനുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം എനർജിയാണ്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. കൺസിഡർ എൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് m ഈസ് റേസ്ഡ് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി g ത്രൂ എ ഹൈറ്റ് ഓഫ് h ഫ്രം ദ ഗ്രൗണ്ട്. നമ്മളൊരു വസ്തുവിൻ്റെ മാസ് m എന്നും ഗ്രാവിറ്റിക്ക് എതിരായിട്ട് അതിനെ മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഗ്രാവിറ്റി g ആയിട്ടും, എത്ര ഹൈറ്റ് ഉയർത്തി എന്നതിനെ h എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ നടന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് mgh ജൂളായിരിക്കും. അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഒബ്ജക്റ്റ്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയതായി നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആക്കിയിട്ട് നമുക്ക് mgh എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് പൊട്ടൻഷ്യൽ എനർജി PE ഈസിക്കൽ ടു mgh എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളായിരിക്കും. കൈനറ്റിക് എനർജിയുടെ ഡെഫിനിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എനർജി പൊസസ്ഡ് ബൈ ദ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അതായത് ചലനം കാരണം വസ്തുവിൽ പൊസസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹാമർ യൂസ്ഡ് ടു ഡ്രൈവ് എ നെയിൽ ഇൻ ടു ദ വാൾ. ഒരു ഹാമർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നെയിലിലെ വാളിലേക്ക് തറച്ച് കയറ്റുമ്പോൾ അവിടെ ആ ഹാമറിനുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് ഉള്ളത്. ഹാമറിന് ആ എനർജി എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് ആ നെയിലിനെ വാളിലേക്ക് കയറ്റാൻ ആവശ്യമായ പവർ ഹാമറിന് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ ക്യാൻ പെനിട്രേറ്റ് ഇൻ ടു ടാർഗറ്റ്. അതായത് ഒരു ഗണ്ണിൽ നിന്നും വരുന്ന ബുള്ളറ്റിന് അതിന് ടാർഗറ്റിൽ തുളച്ചു കയറാൻ കഴിയുന്നത് ആ ബുള്ളറ്റിലുള്ള കൈനറ്റിക് എനർജി കാരണമാണ്. ബുള്ളറ്റിന് എങ്ങനെയാണ് കൈനറ്റിക് എനർജി ലഭിക്കുന്നത്? അത് ഗണ്ണിൽ നിന്നും ഫയർ ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ബുള്ളറ്റിന് കൈനറ്റിക് എനർജി ലഭിക്കുന്നത്. കൈനറ്റിക് എനർജി K ഈസിക്കൽ ടു ഹാഫ് mv². ഇത് m എന്ന് പറയുന്നത് മാസും v എന്ന് പറയുന്നത് വെലോസിറ്റിയുമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് നോക്കാം. ഊർജ്ജ സംരക്ഷണ നിയമം. ഒന്നാമത്തത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. എനർജി നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. രണ്ടാമത്തത് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം ബട്ട് ദ ടോട്ടൽ എനർജി റിമെയിൻസ് ദ സെയിം. അവ ഒരു ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നു എന്നാണ് രണ്ടാമത്തെ പോയിന്റും പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെ രീതിയിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നടക്കുന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റീം എഞ്ചിനിൽ ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാനിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഹീറ്ററിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബൾബിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോൾ ഓഫ് വെയ്റ്റ് 50 gram കെപ്റ്റ് അറ്റ് എ ഹൈറ്റ് ഓഫ് 15 meter. ഇവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസിക്കൽ ടു m/s² തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് പറയാം. 9.8 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. നമുക്ക് നോക്കാം.
നമുക്കറിയാം മാസ് എന്ന് പറയുന്നത്, ആ ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 15 ഗ്രാമാണ്. അതുപോലെ തന്നെ അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 0.05 കിലോഗ്രാം എന്ന് കിട്ടി. ഹൈറ്റ് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്ന് ചോദിച്ചാൽ, പൊട്ടൻഷ്യൽ എനർജി P = mgh ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 0.05 × 9.8 × 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിൻ്റെ ആൻസർ കിട്ടുന്നു 7.35 ജൂൾ എന്ന് കിട്ടുന്നു. കൈനറ്റിക് എനർജിയുടെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ, എ ബോഡി ഓഫ് മാസ് 1 kg ഈസ് ട്രാവലിംഗ് അറ്റ് എ വെലോസിറ്റി ഓഫ് 150 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി? ഒരു കിലോഗ്രാം ഭാരമുള്ള വസ്തു 150 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ പൊസസ് ചെയ്യപ്പെടുന്ന കൈനറ്റിക് എനർജി എത്രയെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതാം. മാസ് = 1 kg, വെലോസിറ്റി = 150 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതിനെ മീറ്ററിലേക്ക് മാറ്റിയപ്പോൾ 1.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. കൈനറ്റിക് എനർജി K = ½ mv² എന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1/2 × 1 × 1.5 സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു 1.125 ജൂൾ എന്ന് നമുക്ക് ഫൈനൽ ആൻസർ ലഭിക്കുന്നു. താങ്ക് യു.